ഒരു വെളുപ്പിന് നിങ്ങൾ ഒരു പാമ്പിനെ ചവിട്ടിയതാണ്. കറക്റ്റാ? നിങ്ങളുടെ കാലയിൽ അത് ചുറ്റി തട്ടിവിട്ടു. കറക്റ്റാണോ? ആ കൂട്ടത്തിൽ ലോട്ടറിയൊക്കെ വെച്ചേക്കുന്ന ദൈവം എന്നെ കാണിക്കുന്നു. നിങ്ങളത് ചെയ്യണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. കർത്താവിനോട് പറയുന്നു, ഭയങ്കര സാമ്പത്തിക ഞെരുക്കത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായത്. ഭയങ്കരമായിട്ട് കടക്കെണി എന്നൊക്കെ പറയുന്ന മാതിരിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് പറയുന്നു, അതിൻ്റെ അകത്തുനിന്ന് ഒരു വലിയ വിടുതലിനെ നീ വായിക്കാൻ പോകുന്നു. ആരാ? അഞ്ചു. നിങ്ങളാണ് അഞ്ചു. കർത്താവിനോട് പറയുന്നു, ഇല്ല, കടക്കണികളെ മാറ്റി ഹൃദയവേദനയോടുകൂടെ ഇരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പതറണ്ട, കർത്താവ് കൂടെ ഉണ്ട്. ഈ സോമരാജൻ ആരാ? ഭർത്താവ് സോമരാജൻ. എന്നെ കർത്താവ് കാണിക്കുന്നു, ഒരു 4 സെന്റ് സ്ഥലമാണ് കാണിക്കുന്നത്. അത് ഇന്ന് അവിടെ ആ 4 സെന്റ് അവിടെ ആണോ ഒരു വീടിരിക്കുന്നത്? പുതിയത് പണി അവിടെ ആണോ? പഴയ വീടാണോ അതോ പുതിയത് പണിതുകൊണ്ടിരിക്കുക? 4 സെന്റിൻ്റെ അകത്ത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിനോട് ചേർന്ന് ഒരു 2 സെന്റ് കൂടെ ദൈവം തരുമെന്ന് പറയുന്നു. ബാക്ക് സൈഡാണോ? ബാക്ക് സൈഡാ കാണിക്കുന്നത് അല്ലേ? അവിടെ ഒരു 2 സെന്റ് കൂടെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരുമെന്ന് പറയുന്നു. ഇത് ഭവന പദ്ധതിക്കകത്തുള്ള വീടാണ് അല്ലേ? അങ്ങനെ ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആത്മാവിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം കാണുന്നത്. 2 മുറിയും. കറക്റ്റാണോ? 2 മുറി, ഒരു ഹോള്, ചെറിയൊരു സിറ്റ് ഔട്ട്, ആ രീതിയിൽ. പക്ഷെ മേളോട്ട് പണിയാവുന്ന രീതിയിലാണ് ഇതിന്റെ പണി നടക്കുന്നത് അല്ലേ? അതിന്റെ പണി പൂർത്തിയാകും. അങ്ങനെ കർത്താവ് കാണിക്കുന്നത് പൂർത്തിയാകും. ഞങ്ങൾ കാണുന്നത് റോഡ് പൊക്കത്തിൽ നിന്ന് താഴെ ഇരിക്കുന്ന വീടാണോ? കറക്റ്റാണോ? താഴ്വശമാ കാണിക്കുന്നത്. അവിടെ പഴയ ഒരു ഷീറ്റിട്ട വീടായിരുന്നു അവിടെ ഉള്ളത്. അതാ ചോദിച്ച പഴയ വീട് ശരിയാണോ ഞാൻ പറഞ്ഞത്? ആ കുടുംബത്തിന്റെ അകത്തു നിന്ന് ശാപത്തെ ഇന്ന് ദൈവം പൊട്ടിക്കും. ഞാൻ ഈ പഴയ പൊളിച്ചു കളഞ്ഞ വീട് ദൈവം എന്നെ കാണിക്കുന്നു. ഇതേതായാലും ഞാൻ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒരു മുറിയുള്ള, കറക്റ്റാണോ? ഒരു മുറിയുള്ള ഒരു ഷീറ്റിട്ട ചെറിയ ഒരു അടുക്കളയുള്ള, ചെറിയ ഒരു മിറ്റമുള്ള ആയിരുന്നോ? അത് തന്നെയാ ഒരു പഴയ വീട്. മൺകട്ട കൊണ്ടായിരുന്നു അത് കെട്ടിയത്. കറക്റ്റാണോ? തട്ടി നോക്കിയത് പൊടി താഴോട്ട് പോകുന്നു. മൺകട്ട കൊണ്ട്. ഇതുവല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണോ? അല്ല, മൺകട്ട കൊണ്ട് കെട്ടി ഒരു പഴയ വീട് കർത്താവ് എന്നെ കാണി. പക്ഷെ അവിടെ ചുറ്റുവട്ടത്തൊക്കെ കുറേയേറെ വീടുകളൊക്കെ കർത്താവിന് ഒത്തിരി വീടുകളൊക്കെ കാണിക്കുന്നു. താഴെയൊക്കെ ഷീറ്റിട്ട് അതേപോലത്തെ വീടുകളൊക്കെ ദൈവം എന്നെ കാണിക്കുന്നത്. താഴോട്ട് ഇറങ്ങിയാണ് ഇത് പോകുന്നത്. ആണോ? ഇതിൻ്റെ വഴി ഏതാ? ചെറിയ വഴിയാണോ? താഴോട്ട് ഇറങ്ങി വരുന്ന ചെറിയ വഴിയാണോ? വെള്ളം മേളിയിൽ നിന്ന് വന്ന കുത്തൊഴുകി താഴെ വരുത്തില്ലേ? കാരണം ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുമ്പോഴല്ലേ ഈ വെള്ളം ഒഴുകുന്ന ശബ്ദം ദൈവം എന്നേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ? ആണില്ലയോ? ഭയങ്കര തണുപ്പും ഇവിടെ നിന്നിട്ട് ഒരു ഭയങ്കര തണുപ്പ് ആണോ? കർത്താവ് എന്നെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണിക്കുന്നു. ഇതെന്തോ ഇത് മൂന്നാറ് പോലിരിക്കുന്നു ഇവിടെ കണ്ടിട്ട്. അതുപോലെ തന്നെ ഒരു സ്ഥലം. അതെയാ?
ആ പൊക്കത്തൊക്കെ ആ വലിയ മലയൊക്കെ കാണുന്ന അവിടെ തേക്കാണോ കാണുന്നത്? ഫോറസ്റ്റാണ്. അതാ ഇത്ര ശബ്ദവും. ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഈ ചെറിയ വഴി ഇറങ്ങി വരുമ്പോഴൊക്കെ ഈ ദൈവം എന്നെ കാണിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇതിനി വരാതിരിക്കുന്നത് ചെറിയ പാമ്പുകളെ എല്ലാം കാണും. പാമ്പിൻ്റെ പടമൊക്കെ ആ അങ്ങേ അറ്റത്തെ ആ മതിലിനെ, ചെറിയ പൊക്കമില്ലാത്ത മതിൽ കാണിക്കുന്നത്, അവിടെ പാമ്പിൻ്റെ പടം സൈഡിൽ പാമ്പ് ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതിങ്ങനെ കാണിക്കുക യേശുവിൻ്റെ നാമത്തിൽ. അതൊക്കെ വിട്ടുപോട്ടെ, ഇത് പണി നടക്കും. പക്ഷെ ഇത് തടസ്സപ്പെട്ടു പോകേണ്ട സമയം കഴിഞ്ഞു. 2 വട്ടം ഇത് തടസ്സപ്പെട്ടു. കറക്റ്റാണോ? 2 വട്ടം തടസ്സം. ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ. ഈ വീട്ടിൽ, ഈ പഴയ വീട്ടിൽ, ഈ ഒരു മുറിയുള്ള ഒരു പഴയ വീട് ദൈവനെ കാണിച്ചു, ഷീറ്റിട്ട ഒരു വീട്. ആ വീട്ടിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞതാണ്, ഒത്തിരി നിലവിളിച്ചതാണ്. 2 വട്ടം മരണം നിങ്ങളെ തേടി അവിടെ വന്നതാണ്. കറക്റ്റാണോ ഞാൻ പറഞ്ഞത്? കള്ളത്തരമൊന്നും അല്ലല്ലോ, കറക്റ്റാണ്. 2 വട്ടം തേടി. ഇനി ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഈ പഴയ വീട്ടിലേക്ക് കയറാൻ പോവാം. ആത്മാവിൽ ആ മുറിയുള്ള അകവശം തേക്കാത്ത ചെറിയൊരു അടുക്കള, ചായ്പെന്ന് വേണോ അതിന് പറയാൻ? അടുക്കള എന്ന് പറയുന്നത് ചായ്പ്. നിങ്ങളുടെ ഒരു മരണം ഒരിക്കൽ തേടി വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ചായ്പിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ കുനിഞ്ഞ് വേണം, ശരിയാണോ? വെളിയിലോട്ട് ഇറങ്ങാൻ ഇങ്ങനെ കുനിഞ്ഞ് വേണം ഇറങ്ങാൻ. ഒരു വെളുപ്പിന് നിങ്ങൾ ഒരു പാമ്പിനെ ചവിട്ടിയതാണ്. കറക്റ്റാ? നിങ്ങളുടെ കാലയിൽ അത് ചുറ്റി തട്ടിവിട്ടു. കറക്റ്റാണോ? സത്യമല്ലേ പറയുന്നേ? കൊത്തിയതാ, പക്ഷെ നിങ്ങളുടെ കാലെ കൊണ്ടില്ലത്. കാരണം ഇനി തെളിവൂടെ പറഞ്ഞാൽ അതിനോട് ഇത് ഇരുതെറ കൂടി ഇരുന്നത് അതിനോട് ചേർന്ന് ഒരു ചൂല്, കുറ്റിച്ചൂലിനോട് ഉണ്ടായിരുന്നു. കറക്റ്റാ, അതിനോട് ചേർന്ന് തറ കൂടി ഇരുന്നത്. ഞാൻ ഇറങ്ങി കാല് വെച്ചപ്പോ കൊത്തിയതാ. പക്ഷെ എന്നെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ അതിജീവിച്ചതാ. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമാണ്. എനിക്ക് തയ്യലുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എന്തോ ചെയ്യുന്നത്? നിർത്തിയാന്നോ? തയ്യൽ കാണിക്കുന്ന കർത്താവ് എന്നെ നിർത്തിയതാ. എന്തിനാ നിർത്തിയേ? അതുകൊണ്ട് നിർത്തിയാന്നോ? നിങ്ങൾ തുടരണം. നിങ്ങൾക്ക് അതുവഴി ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് ഇനി ഒരു കാര്യം കൂടെ കാണിക്കുന്നു സിസ്റ്ററെ. ഞാൻ അത് മാത്രമല്ല, എന്നെ ഒരു കട ദൈവം നിങ്ങളുടെ കയ്യിൽ തരാൻ പോവാന്ന് പറയാൻ. ചെറിയൊരു കട, ഈ ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു, നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന ആളാണ്? അതെ, ആഹാരം ഉണ്ടാക്കുക. എന്നെ കർത്താവ് പറയുന്നു, പനക്കച്ചിറ ടൗണൊന്നുമില്ല, പക്ഷെ വേറൊരു ടൗണാണ് കർത്താവിനെ കാണിക്കുന്നത്. അവിടെ ചെറിയൊരു കട നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ കരങ്ങളിൽ വരും. പൊതിച്ചോറും ഉച്ചയൂണും പോലുള്ളത്. ഞാൻ അതിന് തെളിവ് പറയാം. ഞാനിവിടെ ഒരു സാധ്യതയില്ലാതെ വന്ന ഒരാളോട് തിരുവല്ലായി വെച്ചൊരു ദൂത് പറഞ്ഞു, നിങ്ങൾ കട തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവരെന്നെ വിളിച്ച് ഞങ്ങൾ കട തുടങ്ങി. പക്ഷേ ഒരു സാധ്യതയില്ലാണ്ട്, പക്ഷെ ഞങ്ങൾ കട തുടങ്ങി. സെയിം കർത്താവ് എന്നെ കാണിക്കുന്നു. അതുവഴി നിങ്ങളുടെ ചില കടഭാരങ്ങളെ ദൈവം എടുത്ത് കളയും. ഈ ബജ്ജിയും അതും ഇതുമൊക്കെ. സോമരാജൻ മേശിരിപ്പണി വല്ലോ ആണോ? മേശിരിപ്പണി കാണിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുവഴി നിങ്ങൾ സക്സസ് ആകും. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുണ്ട്. ഒട്ടും പതറണ്ട. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ വീട് പണി പൂർത്തിയാകും. 2 സെന്റ് വസ്തു എഴുതിയെടുക്കും. മൂത്തത് പെങ്കൊച്ചാണോ? കറക്റ്റാണോ? നഴ്സിംഗ് പഠിച്ചു കയറും കേട്ടോ. സയൻസ് ആണോ അതെടുത്തിരിക്കുന്നത്? ആണോ? കറക്റ്റ്, സയൻസാണ് എടുത്തിരിക്കുന്നത്. 2ാമത്തെ ആങ്കൊച്ചാണോ? ആണല്ലേ? 10ലായില്ലയോ? അവനെ ദൈവം ഉപയോഗിക്കും. ഈ കൊച്ചിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു കാര്യം ചലിക്കും. നിങ്ങളിത് ചെയ്യണം. ഈ ബിസിനസ് നിങ്ങൾ ചെയ്യണം, ചെയ്യാതിരിക്കരുത്. ആ കൂട്ടത്തിൽ ലോട്ടറിയൊക്കെ വെച്ചേക്കുന്ന ദൈവം എന്നെ കാണിക്കുന്നു. നിങ്ങളത് ചെയ്യണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ആഗ്രഹം
നിന്റെ സ്വപ്നത്തെ എനിക്ക് തന്നാൽ എന്റെ സ്വപ്നത്തെ ഞാൻ നിനക്ക് തരും. മുണ്ടക്കയത്തുനിന്ന് ഇവിടെ വരെ വന്നത് വെറുതെ ആയോ? ഇല്ല, അത് നടക്കും. ബെജ്ജിക്കടയെ ലോട്ടറി ഇത് ചേർന്ന് വഴിയോരത്ത് ഒരു സംഭവം ദൈവം ചെയ്യും. ടൗണിൻ്റെ അകത്ത് ചെയ്യും. വലിയ വരുമാനങ്ങൾ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ദൈവം ചെയ്യും. കടക്കണിയൊക്കെ എടുത്ത് മാറ്റും. കർത്താവ് ഹസ്ബൻഡിനെ തൊടാൻ പോവാന്ന് പറയുന്നു. അയാൾക്കൊരു മാറ്റം ഉണ്ടാകും കേട്ടോ. സ്വന്തം കാലം നിൽക്കുക. ഈ ബിസിനസ് നിങ്ങൾ ചെയ്യണം. അതിനുള്ളത് ഈ നവംബർ മാസം ഒരു 21-ാം തീയതി കഴിയുമ്പം ഒരു ഈ സംരംഭം, സ്ത്രീ സംരംഭം, ആ ഒരു ബേസിൽ നിങ്ങളുടെ കുറച്ച് തുക വരും. ആ തുക വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പരിപാടി ആരംഭിക്കണം. തുടക്കം നിങ്ങളുടെ എന്തായിരിക്കും അറിയോ? ലോട്ടറി, ബജ്ജി, ചായ, ഇതാണ് നിങ്ങളുടെ തുടക്കം. പക്ഷെ അതുവഴി നിങ്ങൾ കയറി പോകും. മുണ്ടക്കയം വരുമ്പോൾ നമ്മൾ തമ്മിൽ കാണും. ആ കടയിൽ കയറി ഞാൻ ചായ കുടിക്കും കേട്ടോ. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഇവിടെ ഈ അട്ടയുണ്ടോ? അയ്യോ, ഞാനിവിടെ നിൽക്കുമ്പോഴെല്ലാം ഇത് മറച്ചു. അത് തന്നെയാണ് ഈ നീളമുള്ളതൊക്കെ കാണുന്നത്. എന്തുവാ അത്? ഒത്തിരി ഉണ്ട്. ഓ, ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരുമ്പോൾ കാണും. പോയിരുന്നാണ് സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ.